ഓണൊക്കെ വരാറായില്ലേ? അപ്പം സദ്യയിലേക്കുള്ള ശർക്കര വരട്ടിയും വറുത്തുപ്പേരിയൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചാൽ ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കേണ്ട, അതുപോലെ പുറത്ത് നിന്ന് വാങ്ങിക്കുകയും വേണ്ട. അറിയാലോ, ശർക്കര വരട്ടിക്കും അതുപോലെ തന്നെ ഈ ഒരു കായ വറുത്തതിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ദിവസം നല്ല രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല മൂത്ത പച്ചക്കായയാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ പച്ച നേന്ത്രക്കായ എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു ഞെട്ടിയൊന്ന് ചെത്തുന്നുണ്ട്. എന്നിട്ട് അറ്റവും ചെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം. വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ലൈന് പോലെയുള്ള സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ കായയുടെ ഒരു സൈഡിൽ ഇട്ടാവല്ലോ ആ ഒരു ലൈന്, ആ ഒരു ഭാഗത്ത് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള ആ ഒരു പീസൊന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് ഇതുപോലെ അങ്ങ് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് കറ ഉണ്ടാവും കേട്ടോ, പച്ചക്കായ്ക്ക് എന്തായാലും കറ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ മഞ്ഞളും ഉപ്പും കൂടെ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിലേക്കാണ് കേട്ടോ ഇത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഓരോ കായയും ഇതുപോലെ പൊളിച്ചിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ കായ വറുക്കാനും അതുപോലെ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കാനും കൂടി രണ്ടും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കായ പൊളിച്ചെടുത്തിട്ടുള്ളത്. 6 കായയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയതായിട്ട് ഒരു തൊലിയുടെ ഒരു ഭാഗങ്ങളും അതുപോലെ ഒരു കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ. ഞാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ചുരണ്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ സാധാരണ വെള്ളത്തിലും കൂടെ ഒന്നും കൂടെ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ കിച്ചൺ ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മുടെ വറുത്തപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 പീസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരു കായയെ ഇതുപോലെ 4ആയിട്ടൊന്ന് കീറിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചിപ്സിൻ്റെ അത്ര നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ. ചിപ്സിന് നല്ല നൈസായിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുക. ഇതിന് അത്രത്തോളം വേണ്ട, ചെറിയൊരു കനത്തിൽ. അറിയാലോ, നമ്മൾ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ അറിയാമല്ലോ. ആ ഒരു കനത്തിലൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു 2 കായ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുക്കുന്നത്. ശർക്കര വരട്ടിക്കാണ്. 4 കായ വെച്ചിട്ട് ശർക്കര വരട്ടിയും അതുപോലെ 2 കായ വെച്ചിട്ടാണ് നമ്മുടെ വറുത്ത ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത്. അത് ചെറിയ പീസായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. സദ്യയിലേക്കുള്ള വിഭവങ്ങൾ എന്തായാലും അത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക കേട്ടോ. നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ തന്നെയാണല്ലോ. അപ്പോൾ അതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. തമ്മിൽ ഒട്ടിപ്പിടിച്ചതുണ്ടെങ്കിൽ ഒന്ന് വേറിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. സാവധാനം ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമ്മുടെ വറുത്ത ഉപ്പേരി നല്ല ക്രിസ്പി ആയിട്ട് കുറേ നേരം നിൽക്കുള്ളൂ കേട്ടോ. അതായത് തണുത്തു പോവാതിരിക്കുള്ളൂ. അപ്പോൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ആ ഒരു സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഉപ്പും മഞ്ഞളും കൂടെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് 1-2 ടീസ്പൂൺ ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ തെളിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു സൗണ്ടൊക്കെ വരും കേട്ടോ. നല്ല ക്രിസ്പി, നമ്മൾക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് മനസ്സിലാവും. ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വറുത്ത ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വറുത്തപ്പേരി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കാം. ഇനി നമ്മുടെ ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കായ ഇതുപോലെ 2ആയിട്ടൊന്ന് കീറിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 സെൻറ്റിമീറ്റർ കനത്തിൽ വേണം. അതായത് ഈ ഒരു വറുത്തപ്പേരിനേക്കായി ഒന്നുകൂടെ കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചെടുത്തതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറേ സമയം വെച്ചിട്ട് വേണം കേട്ടോ. ഇത് കുറച്ച് കട്ടിയുള്ളതും കൂടി ആയതുകൊണ്ട് അത് നല്ല ഫുള്ളായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്ഷമയോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നാലുള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞളും കൂടി ചേർത്തിട്ടുള്ള ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കോരിയെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് കേട്ടോ, ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇനി ഒന്നും കൂടെ അങ്ങ് കുറുക്കിയിട്ട് ഒരു 1 സ്റ്റെയർ കൺസിസ്റ്റൻസി ആവണം കേട്ടോ. അതായത് ഇതുപോലെ ഒറ്റ നൂൽ പരുവത്തിലാവണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു ചിപ്സ് ചൂടാറി വന്നിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു ചിപ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കൂടുതൽ സമയം വെക്കരുത് കേട്ടോ, അപ്പോൾ ആ ഒരു ശർക്കര കുറച്ച് ഉറപ്പായി പോവും. കൂടുതൽ സമയം വെക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. പിന്നെ ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും അതുപോലെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തർക്ക് എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയെ കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏലക്കായ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടുക. അപ്പോൾ ഒരു ചൂടാറി വരുന്ന സമയം വരെ ഇതുപോലെ കുറേശ്ശെ അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ശർക്കര വരട്ടി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കാം ശർക്കര വരട്ടിയും അതുപോലെ വറുത്തപ്പേരിയൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്